Hello, welcome to Wings to Love. ഈ വീഡിയോയിൽ MEG40 മോത്തിലാൽ ജോത്വാനിയുടെ വെരി ലോൺലി ഷീ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ആൻഡ് മോത്തിലാൽ ജോത്വാനി എന്ന് പറയുമ്പോൾ ഹി വാസ് ബോൺ ഇൻ 1936 ഇൻ സുക്കർ സിന്ധ്, നൗ ഇൻ പാകിസ്ഥാൻ. ആൻഡ് ഹീ സ്റ്റാർട്ടഡ് ലൈഫ് ആസ് എ പ്രൈമറി സ്കൂൾ ടീച്ചർ. സോ അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറായിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ആണ് ലൈക്ക് ഒരു റീഡർ എന്ന രീതിയിലൊക്കെ അല്ലെങ്കിൽ ഒരു റൈറ്റർ എന്ന രീതിയിലൊക്കെ കൺവേർട്ട് ചെയ്തത് കേട്ടോ. ആൻഡ് ഹി ഹാസ് റിട്ടൺ ഇൻ എ വെറൈറ്റി ഓഫ് ജോൺറസ്, ഷോർട്ട് സ്റ്റോറീസ്, നോവൽസ്, പോയട്രി, എസ്സേസ് ആൻഡ് ക്രിറ്റിസിസം. ലൈക്ക് അദ്ദേഹം ഒരുപാട് ലൈക്ക് എസ്സേസ് ആയാലും നോവൽസ് ആയാലും ഷോർട്ട് സ്റ്റോറി ഇതൊക്കെ അദ്ദേഹം റിട്ടേൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഹി ഹാസ് റിട്ടൺ പ്രിൻസിപ്പലി ഇൻ സിന്ധി ബട്ട് ഹി ഹാസ് ഓൾസോ റിട്ടൺ ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. സോ അദ്ദേഹം സിന്ധി എന്ന് പറയുന്നത് പാകിസ്ഥാനി ലാംഗ്വേജ് ആണ് കേട്ടോ. അതിൽ മെയിനായിട്ട് ലൈക്ക് എഴുതിയിരിക്കുന്നത്. ബട്ട് ഹിന്ദിയിലായാലും ഇംഗ്ലീഷിലായാലും അദ്ദേഹം എഴുതിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഹീ ലൈക്സ് ടു ഡിസ്ക്രൈബ് ഹിംസെൽഫ് ആസ് ആൻ ഇന്ത്യനിസ്റ്റ് ഇൻ ഹിസ് തോട്ട് ആൻഡ് റൈറ്റിങ്സ്. സോ ഒരു ഇന്ത്യനിസ്റ്റ് എന്ന രീതിയിൽ ലൈക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ അദ്ദേഹം ആ ഒരു രീതിയിലാണ് ഉള്ളതെന്നുള്ള രീതിയിലൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ റൈറ്റർ മോത്തിലാൽ ജോത്വാനി കേട്ടോ. ആൻഡ് ദ ഷോർട്ട് സ്റ്റോറി വെരി ലോൺലി ഷീ വാസ് ഒറിജിനലി പബ്ലിഷ്ഡ് ഇൻ സിന്ധി വിത്ത് എ ക്യാപ്ഷൻ ഓഫ് അക്കേലി അക്കേലി ഹോ ആ. സോ ഈ ഒരു ക്യാപ്ഷനിലായിരുന്നു ലൈക്ക് ഈ നമ്മുടെ വെരി ലോൺലി ഷീ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് സ്റ്റോറി പബ്ലിഷ് ചെയ്തിട്ട് സിന്ധി ലാംഗ്വേജിലായിരുന്നു ഉണ്ടായിരുന്നത്. Then it was translated into English and published in Katha, Prize Stories Volume 10 and was subsequently available in its Hindi translation as Akeli Akeli Vaha. സോ ഇത് പിന്നീടായിരുന്നു ലൈക്ക് അത് എന്താണ് ഹിന്ദിയിലോട്ടും അതേപോലെ ഇംഗ്ലീഷിലോട്ടൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സ്റ്റോറിയിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. വെരി ലോൺലി ഷീ അല്ലെ, ഇവിടെ ഷീ എന്ന് പറയുന്നത് നമ്മുടെ പുരാൻ മൗസിയാണ് കേട്ടോ. സോ അവരെന്താണ് ഒരു ലോൺലിയാണ്, ഒറ്റയ്ക്കാണെന്ന രീതിയിലാണ് ലൈക്ക് നമ്മുടെ ഈ ടൈറ്റിൽ സെൽഫ് എന്താണ് ഷോക്കേസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. ആൻഡ് ഇവിടെ മനോഹർ അവരെ കാണാനായിട്ട് വരികയാണ് കേട്ടോ. മനോഹറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലത്തിന് ശേഷമാണ് ലൈക്ക് പാസ്റ്റ് 10 years ആണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് ഈ ഡൽഹിയിലോട്ട് വന്നത്. ആൻഡ് ഇപ്പോൾ എന്താണ് പുരാൻ മൗസിയെ കാണാൻ വേണ്ടി അദ്ദേഹം എന്താണ് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. സോ അതാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ലൈക്ക് ആ ഒരു മീറ്റപ്പാണ്. ലൈക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മനോഹർ എന്താണ് പുരാൻ മൗസിയെ കാണാൻ വേണ്ടി വരികയാണ്. ആൻഡ് ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ഒരുപാട് വർഷങ്ങളായി ഒരു സ്ഥലത്ത് പോകാതിരുന്നാൽ അവിടെ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ ഇവിടെ പ്രൂവൺ ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ഒരു ചേഞ്ചസിലൂടെ പ്രൂവൺ ചെയ്യാൻ ശ്രമിക്കുന്നത് ലൈക്ക് നമ്മുടെ മനോഹർ ഒരുപാട് കാലമായി ഇങ്ങോട്ട് എത്തി എന്നുള്ളതാണ് കേട്ടോ. സോ നോക്ക് ചെയ്തപ്പോൾ ലൈക്ക് നമ്മുടെ പുരാൻ മൗസി എന്താണ് ബ്രൂമ് പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അല്ലേ. സോ നമ്മുടെ മനോഹർ എന്താണ് ഹീ ടച്ച്ഡ് ഹിസ് മൗസീസ് ഫീറ്റ്. ആൻഡ് ഇപ്പോൾ ഒരുപാട് ലൈക്ക് നീണ്ട ഒരു ഇടവേളകൾക്ക് ശേഷമാണ് നമ്മുടെ മനോഹർ എന്താണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ. സോ എന്താണ് ലൈക്ക് പെട്ടെന്ന് പുരാൻ മൗസി പറയുമ്പോൾ കുറച്ചിട്ട് ഏജ്ഡ് ആയ ഒരാളല്ലേ. അപ്പോൾ അവർക്ക് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഷീ ഈസ് ട്രൈങ് ടു ഹാവ് എ ക്ലോസർ ലുക്ക് അറ്റ് ഹിം. ഹോ മനോഹർ ലൈക്ക് പെട്ടെന്നാണ് അത് മനോഹരാണെന്ന് മനസ്സിലാക്കിയത് കേട്ടോ. ആൻഡ് അവരെന്താണ് ഷീ പാറ്റഡ് ഹിസ് ബാക്ക് ആൻഡ് ബ്ലസ്ഡ് ഹിം. ദെൻ നമ്മുടെ മനോഹർ പറയുന്നുണ്ട് എന്തൊരു ഇതിലാണ് ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ. അദ്ദേഹം ലൈക്ക് നമ്മുടെ മനോഹർ ഭോപ്പാൽ പോയി വീട്ടിലേക്ക് പോകുകയായിരുന്നു. ദെൻ നമ്മുടെ ട്രെയിൻ അവിടെ നിർത്തിയപ്പോൾ എന്തോ ഒരു ഇൻറ്റൻഷനിൽ ഇങ്ങോട്ട് പോരണം എന്ന് തോന്നി അദ്ദേഹത്തിന്. സോ അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നതെന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുരാൻ മൗസി പറയുന്നുണ്ട് യു ഡിഡ് ദ റൈറ്റ് തിങ്സ് ആണ് അല്ലേ, നീ നല്ലതാണ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ബിക്കോസ് നമ്മുടെ പുരാൻ മൗസി ഒരുപാടായി ആരും വരാതെ ലൈക്ക് ഒരു ഒറ്റയ്ക്കായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ലേ. ഇപ്പോൾ ഇവിടെ വന്നാൽ അയൽവാസികൾ അറിയും ഈ വൃദ്ധയെ ശ്രദ്ധിക്കാത്തത്. കാരണം ലൈക്ക് അത്രയധികം ഒരുപാട് നാളുകളായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളുടെ ഒരു അവസ്ഥയാണ് ഈ ഒരു ലൈൻസിൽ ഷോക്കേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ലൈക്ക് അറ്റ് ദ സെയിം ടൈം നമ്മുടെ മൗസീൻ്റെ കണ്ണുകൾ എന്താണ് നനയുന്നുണ്ട് അല്ലേ. ആൻഡ് മനോഹർ എന്താണ് മുറിയിൽ കയറിയിട്ട് പുഷിങ് ഹിസ് ബ്രീഫ് കേസ് അണ്ടർനീത്ത് ദ കോട്ട് സാറ്റ് ഡൗൺ ആൻഡ് അൺഡിഡ് ഹിസ് ഷൂ ലൈസസ്. എന്നിട്ട് എന്താ ഷൂ ലൈസൊക്കെ അഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. യെസ്റ്റർഡേ നൈറ്റ് ഐ മിസ്ഡ് യുവർ മദർ സുഖിനി വെരി മച്ച്. ഇനി നമ്മുടെ പുരാൻ മൗസി ഓരോ കാര്യങ്ങൾ എന്താണ് റിവീൽ ചെയ്യാണ്. ഇന്നലെ ഞാൻ നിൻ്റെ അമ്മയെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് കാണാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ലൈക്ക്
I couldn't help thinking that after she died, her sons too had forgotten their മൗസി. സോ ഞാൻ എന്താണ് ലൈക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അവൾ മരിച്ചതിന് ശേഷം അവളുടെ മക്കളും അവരുടെ മൗസിയെ മറന്നു എന്ന് ചിന്തിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ബിക്കോസ് കാരണം ഒരുപാടായി ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ അങ്ങനൊരു ലൈക്ക് ഒരു ഇൻറ്റൻഷനിലോട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ടിലോട്ട് ഓഫ് കോഴ്സ് നമ്മുടെ പുരാൻ മൗസി മൂവ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ആൻഡ് ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ പുരാൻ മൗസിയും അതേപോലെ മനോഹരും തമ്മിലുള്ള കോൺവെർസേഷനാണ് കേട്ടോ. ആൻഡ് മനോഹർ ചോദിക്കുന്നത് നമ്മുടെ 6 മാസം മുമ്പ് നമ്മൾ ഡൽഹിയിൽ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ പുരാൻ മൗസിക്ക് അതൊക്കെ ഓർമ്മ ഉണ്ട് കേട്ടോ. ഓഫ് കോഴ്സ് വി ഡിഡ്. ഞാൻ എന്താണ് രാജേന്ദ്ര നഗറിലും അതേപോലെ ലജ്മത് നഗറിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ട് നോ വൺ റിയലി ആസ്ക്ഡ് മീ ഓവർ. ലൈക്ക് കൂടുതലായിട്ട് ലൈക്ക് ആരും എന്നോട് ഒന്നും ചോദിച്ചില്ല എന്നൊക്കെ രീതിയിൽ കംപ്ലയിൻസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ബിക്കോസ് ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. സോ ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണം അല്ലേ. നമ്മളിപ്പോൾ ഈ ഒരു പുരാൻ മൗസിയുടെ ഒരു ലൈഫിലൂടെ നമ്മളിപ്പോൾ ഒരുപാട് ഏജ്ഡ് ആയ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ ലൈക്ക് ഷോക്കേസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലേ. ലൈക്ക് ഒരു ഏജ് ആയി തുടങ്ങുമ്പോൾ തന്നെ അവരെന്താണ് ലൈക്ക് ഫാമിലിയിൽ നിന്ന് അവരെ ഒഴിവാക്കി മാറ്റി നിർത്തിപ്പെടുകയാണ് അല്ലേ. ലൈക്ക് ഇപ്പോൾ ഈ ഒരുപാട് സദനങ്ങളൊക്കെ കൂടുന്നതിനൊരു റീസൺ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾക്ക് അവരൊരു ബേർഡനായിട്ട് മാറുകയാണ് അല്ലേ. ലൈക്ക് നമ്മൾ പറയുന്നത് പ്രായം കൂടുന്നതനുസരിച്ച് നമ്മൾ കുഞ്ഞു കുട്ടികളായിട്ട് മാറുമെന്ന് പറയുമല്ലോ. സോ ഈ പ്രായം കൂടുമ്പോൾ ഈ കുട്ടിത്തരം ആർക്കും എന്താണ് ഇഷ്ടമല്ല. സോ എന്താണ് ഒരു വൃദ്ധസദനം എന്ന ലൈക്ക് ഒരു ഓപ്ഷനിലോട്ട് എന്താണ് എല്ലാവരും മൂവ് ചെയ്യുക, അല്ലെങ്കിൽ അവർ ഒഴിവാക്കുക എന്ന രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. സോ പ്രായമാകുമ്പോഴേ നമുക്ക് അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാകുള്ളൂ അല്ലേ. ഇപ്പം നമുക്കൊരു ബേർഡനായി തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളും ആ ഒരു അവസ്ഥയിലെത്തുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാകുക കേട്ടോ. വീട്ടിലൊരു മരണം ഉണ്ടായാൽ പോലും അത് ഇൻഫോം ചെയ്യണം എന്നുള്ളൊരു തോട്ട് പോലും ആർക്കും ഉണ്ടായില്ല എന്ന രീതിയിലൊക്കെ പുരാൻ മൗസി ഇവിടെ പറയുന്നുണ്ട്. ദെൻ അവരെന്താണ് എണീറ്റിട്ട് ചായ വേണോ ഷുഗർ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്താണ് കിച്ചണിലോട്ട് മൂവ് ചെയ്യാണ് കേട്ടോ. ഈ നെക്സ്റ്റ് പേജിൽ പറയുന്നത് ലൈക്ക് നമ്മുടെ മനോഹർ ഡ്രൂ അപ്പ് ഹിസ് ലെഗ്സ് ആൻഡ് സാറ്റ് ക്രോസ് ലെഗ്ഡ് ഓൺ ദ കോട്ട് ലൈക്ക് ആൻ ഒബീഡിയൻറ്റ് ചൈൽഡ്. നല്ല അനുസരണമുള്ള കുട്ടിയെ പോലെ കട്ടിൽ കാല് കുത്തിയിരിക്കുകയാണ് നമ്മുടെ മനോഹർ കേട്ടോ. ആൻഡ് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഫ്രെയിംഡ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഹിസ് നാന ആൻഡ് നാനിയുടെ ഒരു ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. സോ അതിലോട്ട് നമ്മുടെ നമ്മുടെ മനോഹറിൻ്റെ ശ്രദ്ധ പോവുകയാണ് കേട്ടോ. സോ അതിങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ അവർക്ക് ലൈക്ക് നമ്മുടെ മനോഹറിന് തോന്നുകയാണ് നമ്മുടെ മുത്തശ്ശൻ്റെ മുഖത്ത് നെറ്റിയുടെ നടുവിൽ ആഴത്തിൽ ഒരുപാട് ചുളിവുകളുണ്ടായിരുന്നു. അത് തനിക്ക് പാരമ്പര്യമായി കിട്ടിയിട്ടുണ്ടെന്ന രീതിയിൽ നമ്മുടെ ലൈക്ക് മനോഹറിന് ഫീൽ ചെയ്യാണ് കേട്ടോ. സോ ഇറ്റ് വാസ് ഹിസ് മോസ്റ്റ് പ്രോമിനൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്. സോ ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലൈക്ക് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്ന രീതിയിൽ നമ്മുടെ മനോഹറിന് തോന്നുകയാണ് കേട്ടോ. എഗെയിൻ നമ്മുടെ മനോഹർ എന്താണ് ഈ ഫോട്ടോഗ്രാഫിൽ ഇങ്ങനെ നോക്കുകയാണ് അല്ലേ. ആൻഡ് മനോഹറിന് തോന്നുകയാണ് ഹിസ് ഗ്രാൻഡ് ഫാദർ ലുക്ക് ലൈക്ക് എ സ്ട്രോങ് മാൻ അല്ലേ. ഗ്രാൻഡ് ഫാദറിന് ഒരു സ്ട്രോങ് മാൻ എന്ന പോലെ തോന്നുന്നുണ്ട്. ബട്ട് നമ്മുടെ ഗ്രാൻഡ് മദറിന് സീം ദ പിക്ചർ ഓഫ് ഹ്യൂമിലിറ്റിയിൽ ഒരു ഹ്യൂമിലിറ്റി ലൈക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആർക്ക് തോന്നുകയാണ്, നമ്മുടെ മനോഹറിന് തോന്നുകയാണ് കേട്ടോ. ദെൻ നമ്മുടെ മനോഹറിൻ്റെ ചിന്ത എങ്ങോട്ട് ടേൺ ചെയ്യുകയാണ്, നമ്മുടെ മൗസിയിലോട്ട് ടേൺ ചെയ്യുക അല്ലേ. മൗസി എന്ന് പറയുമ്പോൾ ലൈക്ക് ലോൺലി ആണ്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ലൈക്ക് ഹസ്ബൻഡ് എന്നോട് ഉപേക്ഷിക്കപ്പെട്ടിട്ട് ഈ ഒരു വീട്ടിൽ ഒരു നീണ്ട അല്ലേ എത്രയോ വർഷങ്ങളായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് നമ്മുടെ മൗസി എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് ലൈക്ക് ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ മൗസിയുടെ ഒരു ലൈഫാണ് ലൈക്ക് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ലൈക്ക് ഒട്ടും കോപ്പറേറ്റീവ് അല്ല. ദെൻ എന്താണ് ഇവർ ഉപേക്ഷിക്കപ്പെട്ടിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നിട്ടുണ്ട്. എങ്ങനെ അസുഖം ബാധിച്ചിട്ടാണ് വീണ്ടും ആരിലോട്ട് വന്നത്, നമ്മുടെ പുരാൻ മൗസിലോട്ട് വന്നത്. ദെൻ ഇവരുടെ മടിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടെന്ന രീതിയിലൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പണ്ട് കാലത്ത് പറയലുണ്ട് നമ്മൾ ആൺമക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ മാറും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അത് സ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. സോ ആ ഒരു ലൈക്ക് അങ്ങനെ ഒരു സൊല്യൂഷൻ എന്ന രീതിയിലായിരുന്നു നമ്മുടെ പുരാൻ മൗസിയുമായിട്ട് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ എന്നിട്ട് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അദ്ദേഹം എന്താണ് ഉള്ള ലൈഫ് എന്താണ് സന്തോഷം കണ്ടുപിടിക്കാതെ ആ ഒരു ലൈഫിനെ ഒഴിവാക്കിയിട്ട് ലാസ്റ്റ് എന്താണ് മരണമായപ്പോൾ നമ്മുടെ പുരാൻ മൗസിലോട്ട് വരികയായിരുന്നു ചെയ്തിരുന്നത് കേട്ടോ. ദെൻ നമ്മുടെ പുരാൻ മൗസി ചായയുമായിട്ടുണ്ടാകുന്ന മനോഹറിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഡോൺ ഐ നോ ദാറ്റ് യു ഗൾപ് ഡൗൺ എ മഗ് ഓഫ് ടീ എവറി മോർണിംഗ്. ഹിസ് മൗസി ലാഫ്റ്റ് അല്ലേ. എനിക്കറിയാത്തതാണോ നീ എന്നും രാവിലെ എന്താണ് ഒരു മഗ്
ടീ എന്താണ് കുടിക്കാറുണ്ട്, മഗ് ഓഫ് ടീ എന്താണ് കുടിക്കാറുണ്ടെന്ന് എനിക്കറിയാത്തതാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എൻഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ പുരാൻ മൗസി മനോഹറും തമ്മിലുള്ള കോൺവെർസേഷനാണ് കേട്ടോ. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിന് പരാന്താസ് ആൻഡ് കേർഡ് ഉണ്ടാക്കിയാലോ, അപ്പോൾ സോ നീ ഇതിന് വേണ്ടി ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്ന രീതിയിൽ പറഞ്ഞിട്ട് നമ്മുടെ മനോഹറിനെ ഷോപ്പിലോട്ട് പറഞ്ഞയക്കുന്നുണ്ട്. ദെൻ അവർ ലൈക്ക് നമ്മുടെ മനോഹർ റിട്ടേൺ ചെയ്തപ്പോൾ നമ്മുടെ പുരാൻ മൗസി എന്താ വീടൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ആൻഡ് പൂജാ റൂമിൽ എന്താണ് ലൈക്ക് ഒരു ഫ്രെയിംഡ് ഫോട്ടോഗ്രാം ഓഫ് ദ അന്തപൂർ സാഹിബ് ഗുരുജിയുടെ ഫോട്ടോഗ്രാഫിന് മുമ്പിൽ എന്താണ് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈക്ക് നമ്മുടെ പുരാൻ മൗസി. ആൻഡ് ഒരു ആ ടൈമിൽ നമ്മുടെ മൗസീനെ കുറിച്ച് ലൈക്ക് നമ്മുടെ മനോഹർ വിചാരിക്കുന്നുണ്ട്, പുരാൻ മൗസി എന്താ പണ്ട് എന്താണ് ഒരുപാട് ആളുകൾക്ക് എന്താണ് സ്റ്റിച്ചിങ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ആൻഡ് മറ്റുള്ളവരെ പോലെ കുറച്ചുകൂടി ലൈക്ക് സ്പാറ്ററിങ് ഓഫ് ഇംഗ്ലീഷ്, ഒരു ലിറ്റിൽ ബിറ്റ് എന്താണ് ഇംഗ്ലീഷൊക്കെ നമ്മുടെ പുരാൻ മൗസിക്ക് അറിയായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മുടെ പുരാൻ മൗസി പറഞ്ഞിട്ടുണ്ട്, ഡൽഹിയിലത്തെ ആളുകളൊക്കെ ഭയങ്കര ബിസിയാണ്, അവർക്ക് ലൈക്ക് അവർ ആരെയും ഒരു കെയർ ചെയ്യുന്നില്ല രീതിയിലും അവർ ഹാഡ് നോ ടൈം ഫോർ എനിത്തിങ് എന്ന രീതിയിൽ നമ്മുടെ പുരാൻ മൗസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് എന്തുകൊണ്ടാണെന്ന രീതിയിൽ മനോഹർ ചോദിക്കുന്നുണ്ട് കേട്ടോ. സോ അത് ഞാൻ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ പറയുമോ എന്ന രീതിയിൽ പറഞ്ഞിട്ട് അവിടെ പുരാൻ മൗസി ആ ഒരു കോൺവെർസേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് കേട്ടോ. ബട്ട് നമ്മുടെ മനോഹറിന് വീണ്ടും അറിയണം എന്നുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന രീതിയിൽ അറിയണം എന്നുണ്ട്. ബട്ട് നമ്മുടെ പുരാൻ മൗസി എന്താണ് ഈ വർക്കും കാര്യങ്ങളും കൊണ്ട് ലിറ്റിൽ ബിറ്റ് ബിസി ആയിരുന്നു. സോ ഇനി നമ്മൾ മനോഹർ ചിന്തിക്കുന്നത്, നമ്മുടെ പുരാൻ മൗസി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലങ്ങളായി ഇവിടെ ഒറ്റയ്ക്കാണ്, ആരും അവരെ കോണ്ടാക്ട് ചെയ്യുന്നില്ല. ഈവൻ തോ നമ്മൾ ലൈക്ക് കോള് പോലും STD കോള് പോലും ചെയ്യുന്നില്ല എന്ന രീതിയിലൊക്കെ നമ്മുടെ മനോഹർ ചിന്തിക്കുന്നുണ്ട്. അതേപോലെ ന്യൂസ് പേപ്പറില്ല, ഇല്ലിറ്ററേറ്റ് ആയതുകൊണ്ട് ന്യൂസ് പേപ്പർ ഒന്നും ഒരു കാര്യവും എന്താണ് പുറത്തത്തെ ഒരു കാര്യം നമ്മുടെ പുരാൻ മൗസി അറിയുന്നില്ല. ആരെങ്കിലും അവരെ കാണാൻ വേണ്ടി ഇവിടെ വന്നാൽ ആയി, അത്രയേ ഉള്ളൂ അല്ലേ. ആൻഡ് ഇവിടെ നമ്മുടെ ലൈക്ക് പുരാൻ മൗസി ഹാൻബായി എന്നാണ് നമ്മുടെ മനോഹറിനെ വിളിക്കുന്നത്. ലൈക്ക് നമ്മുടെ മനോഹറിൻ്റെ അമ്മ ഇങ്ങനെ തന്നെയായിരുന്നു വിളിച്ചിരുന്നത് കേട്ടോ, ഹാൻബായി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ പുരാൻ മൗസി ചോദിക്കുന്നുണ്ട്, പണ്ടൊക്കെ നീ വരികയാണെങ്കിൽ ഇവിടെ ഈ ഒരു വീട്ടിലെന്താ ചിരിയും കളിയും ഭയങ്കര ഒരു ലാഫറൊക്കെ ആയിരുന്നു, ബട്ട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ആൻഡ് നമ്മുടെ മനോഹർ പറയുന്നുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ലേ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. ബട്ട് എങ്ങനെയാണ് ഹൗ ഇസ് ഇറ്റ് ദാറ്റ് ദ നെഫ്യൂ ഈസ് സഡൻലി വറീഡ് അബൌട്ട് ഹിസ് മൗസീസ് ലോൺലിനെസ് എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ മൗസി എന്താണ് മനോഹറിന് നേരെ ചോദിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ ഇനി പാസ്റ്റിലോട്ട് വീണ്ടും പോകുകയാണ് അല്ലേ. മൗസി നമ്മുടെ നാനിയുമായിട്ടുള്ള കണക്ഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. നാനിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൗസി എന്താണ് പകർന്നെടുത്തിട്ടുണ്ട് അല്ലേ, ആ രീതിയിൽ പറയുന്നുണ്ട്. പെട്ടെന്നാണ് നമ്മുടെ മൗസി ആരെക്കുറിച്ച് ചോദിക്കുന്നത്, വിമലയെക്കുറിച്ച് ചോദിക്കുന്നില്ലേ. വിമല എന്ന് പറയുമ്പോൾ നമ്മുടെ മനോഹറിൻ്റെ സിസ്റ്ററാണ് കേട്ടോ. സോ ആ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മുടെ മനോഹറിന് എന്ത് തോന്നുകയാണ്, കാരണം വിമലയുടെ ഭർത്താവ് എന്താണ് കുമാർ മരിച്ചിട്ടുണ്ട്. സോ നമ്മുടെ പുരാൻ മൗസിയെ സംബന്ധിച്ചിടത്തോളം വിമൽ ഇപ്പോഴും കോളേജിൽ പഠിക്കുകയാണ് അല്ലേ, ഇപ്പോഴും പഠിക്കുകയാണോ കോളേജിൽ തന്നെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ബട്ട് ഇവിടെ എന്ന് പറയുന്നത് വിമല കല്യാണം കഴിച്ച് ലൈക്ക് ഭർത്താവ് കുമാർ എന്താ മരിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം നമ്മളുടെ മൗസിയോട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. സോ ആ ഒരു ലൈക്ക് മനസ്സിലാവുക, നമ്മുടെ പുരാൻ മൗസിയോട് പറഞ്ഞിട്ടുണ്ട് മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുരാൻ മൗസി ഭയങ്കര ഫീലാവുക. കാരണം ഈ ഒരു നിമിഷം വരെ നമ്മുടെ പുരാൻ മൗസി ജീവിച്ചിരിപ്പുണ്ട്, എന്നിട്ട് പോലും ഒരു പറയേണ്ടത് ഒരു ബാധ്യസ്ഥത ആർക്കും ഉണ്ടായിട്ടില്ല, ഈ റിലേറ്റീവ്സിന് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ താൻ ഒന്നുമല്ല ഇവിടെ ലൈഫിൽ, താൻ ഒന്നുമല്ല എന്ന രീതിയിൽ ആർക്ക് തോന്നുകയാണ്, നമ്മുടെ പുരാൻ മൗസിക്ക് തോന്നുകയാണ് കേട്ടോ. സോ വെൻ ദ ട്രൂത്ത് ഡ്രോൺസ് ഓൺ ഹിം മനോഹർ ഫീൽസ് ഗിൽറ്റി ആൻഡ് ഹി ഡസൻറ്റ് ഹാവ് ദ കറേജ് ടു ഫേസ് ഹെർ അല്ലേ. ഒരു ലൈക്ക് ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല നമ്മുടെ മനോഹറിന് പുരാൻ മൗസി അല്ലേ. സോ ഇവിടെ എന്ന് പറയുന്നത് ലൈക്ക് ആരും എന്താണ് പുരാൻ മൗസിനെ അങ്ങനെ കെയർ ചെയ്യുന്നില്ല അല്ലേ. ഒരുപാട് കാലമായിട്ട് നമ്മുടെ പുരാൻ മൗസി ഒറ്റയ്ക്കാണ് അല്ലേ. ഇവിടെ മനോഹരനാണ് ഒന്ന് കാണണം എന്നെങ്കിൽ പോലും തോന്നിയത് അല്ലേ. സോ നമ്മുടെ മനോഹറിന് ഭയങ്കര ഒരു ഗിൽറ്റി ഫീലിംഗ് തോന്നുന്നത്, കാരണം അറിഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ ആരും അറിയിക്കാനും ശ്രമിച്ചിട്ടില്ല. ഇനി ഇവൻ ദോ നമ്മുടെ മനോഹരാണെങ്കിൽ പോലും അതിനുള്ളൊരു ശ്രമം നടത്തിയിട്ടില്ല എന്ന രീതിയിൽ തോന്നിയപ്പോൾ മനോഹറിനൊരു ഫേസ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടുണ്ട്. നമ്മുടെ പുരാൻ മൗസി വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തായി, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് മരിച്ചത്, നമ്മുടെ വിമലയുടെ ഹസ്ബൻഡ് എങ്ങനെയാണ് മരിച്ചത്, ആൻഡ് വാട്ട് അബൌട്ട് ഹെർ 2 ഡോട്ടേഴ്സ് എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. സോ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ആരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിത് ഓർക്കാതിരുന്ന രീതിയിൽ നമ്മുടെ മനോഹർ പറയുന്നുണ്ട് കേട്ടോ. സോ ഇനി നമ്മുടെ പുരാൻ മൗസി പറയുന്നത്, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡൽഹിയിലത്തെ ആൾക്കാർ ബിസിയാണെന്ന് തോന്നാൻ കാരണം എനിക്ക് ഇപ്രകാരം കൊണ്ടാണെന്ന രീതിയിൽ ഒരു കാരണം പറയുന്നുണ്ട്. ഞാൻ എവിടെ പോയിട്ട് നമ്മുടെ പുരാൻ മൗസി വീട്ടിലോട്ട് പോരുമ്പോൾ ബ്രദർ ഇൻ ലോസ് സണ്ണിനോട് ചോദിക്കുകയാണ്, നീ ഇടയ്ക്കിടയ്ക്ക് എന്താണ് വീട്ടിൽ വരണം കേട്ടോ എന്ന് പറയുമ്പോൾ
നമ്മുടെ ആ കുട്ടി പറയുന്നുണ്ട്, ആ സണ്ണ് പറയാണ്, ദൈവത്തെ ഓർത്ത് ഞങ്ങളെ വെറുതെ വിടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പുരാൻ മൗസി എന്താണ് ആ ഒരു വീട്ടിലോട്ട് പോയിട്ടില്ല എന്ന രീതി, അവിടെ നിന്ന് ലൈക്ക് ഇൻലോസിൻ്റെ ഹൗസിൽ നിന്ന് പോരുന്ന വഴിയാണ് നമ്മുടെ പുരാൻ മൗസി ഇങ്ങനെ ചോദിച്ചത്. സോ അതിനുശേഷം ആ ഒരു വീട്ടിലോട്ട് നമ്മുടെ പുരാൻ മൗസി പോയിട്ടില്ല. ആൻഡ് നമ്മുടെ മനോഹർ എന്താണ് ട്രൈ ടു കൺസോൾ ഹെർ, അവളെ കൺസോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആൻഡ് ക്ഷമിക്കാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. ബട്ട് നമ്മുടെ പുരാൻ മൗസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് തന്നെ ഒരാൾ ചോദിക്കുകയാണ് ഇനി ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട് വരണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട് വരും എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളോട് പറയാം ദൈവത്തെ ഓർത്ത് ഞങ്ങളെ വെറുതെ വിടും എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുമാത്രം ഫീലിംഗ് ആവും അല്ലേ. എസ്പെഷ്യലി നമ്മുടെ പുരാൻ മൗസി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഏജ്ഡ് ആണ് അല്ലേ. അങ്ങനത്തെ ആളുകളുടെ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡെപ്ത് ആകും അല്ലേ. സോ ആ ഒരു സിറ്റുവേഷൻ ഓർക്കുമ്പോൾ ഹൊറിബിൾ ആയിരിക്കും. ആൻഡ് നമ്മുടെ മനോഹർ ചിന്തിക്കുകയാണ് മൗസി ഈസ് അൺഹാപ്പി ബിക്കോസ് ഓഫ് ഹെർ ലോൺലിനെസ് അല്ലേ. സോ എല്ലാവരും അങ്ങനെയാണ്, നമ്മളൊരു ഒറ്റപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഏകാന്തത നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ എന്താണ് അൺഹാപ്പി ആയിരിക്കും. നമുക്ക് അതിലൊരു ഹാപ്പിനെസ് നമുക്ക് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. ആൻഡ് ഹീസ് മൈൻഡ് വറീഡ് ഓവർ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലോൺലിനെസ് ആൻഡ് അലോൺനെസ്, ബിറ്റ്വീൻ ദാറ്റ് വിച്ച് വാസ് ഇമ്പോസ്ഡ് ഓൺ ആൻ ഇൻഡിവിജ്വൽ ബൈ സൊസൈറ്റി ആൻഡ് വാട്ട് ആൻ ഇൻഡിവിജ്വൽ സോ ടു വോളണ്ടിയർലി. ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് മാറ്റർ ദാറ്റ് അലോൺലെസ് ബിക്കംസ് ലോൺലെസ് ഇൻ ടൈം. സോ ഇവിടെ എന്ന് പറയുന്നത് അലോൺലെസ് എന്താണ് ലോൺലിയസ് ആയിട്ട് മാറുകയാണ് അല്ലേ. സോ ഒരു വ്യക്തി സ്വയമേ തിരഞ്ഞെടുക്കുന്നതും കാലക്രമേണ അത് വന്നു ചേരുന്നതിൽ ഡിഫറെൻ്റ് ഉണ്ട് അല്ലേ. സോ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഒറ്റയ്ക്ക് ഇരിക്കുന്നതും മറ്റുള്ളവരാൽ നമ്മൾ ഒറ്റപ്പെടുന്നതും ഭയങ്കര ഹൊറിബിൾ ആയിരിക്കും അല്ലേ. സോ ഇതിൻ്റെ ഒരു വ്യത്യാസം നമ്മുടെ ലൈക്ക് നമ്മുടെ മനോഹറിന് ഇവിടെ മനസ്സിലാകുകയാണ് കേട്ടോ. സോ ഈ ഒരു കഥയിലുടനീളം നമ്മുടെ പുരാൻ മൗസിയുടെ ലൈഫാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ. അവർ ജീവിതത്തിൽ ഒറ്റപ്പെട്ടതും അവർക്ക് ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവരെന്താണ് ഒറ്റയ്ക്കാണല്ലേ. ഇവിടെ ലാസ്റ്റ് നമ്മുടെ മനോഹർ വരികയാണ്, ജസ്റ്റ് ഒരു വിസിറ്റ് എന്ന രീതിയിലാണ് വന്നത്. സോ മനോഹറിലൂടെ ഇവിടെ നമ്മുടെ പുരാൻ മൗസിയുടെ എല്ലാ കാര്യങ്ങളും ലൈക്ക് ഇമോഷണൽ ആയാലും അവരുടെ ഫീലിങ്സ് ആയാലും ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സ്റ്റോറി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.